السلام عليكم ورحمة الله. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك على نور الأنوار وسد الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا ومولانا محمد النبي المختار صلى الله عليه وعلى آله وأصحابه الأخيار عدد كمال الله ونعمه وعدد كمال رسول الله صلى الله عليه وسلم. الموت باب وكل الناس داخله يا ليت شعري بعد الموت ما الدار ومن نزلت بساحته المنايا فلا رل تقيه ولا سماء. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവർകൾ, മറ്റു സാദാത്തുകൾ, ഉലമാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, അതിശ്രേഷ്ഠമായ ദിക്റുള്ള അല്ലാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസ്, ആ ദിക്റിൽ പെട്ടതാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി, അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച്, മഹാന്മാരെ സംബന്ധിച്ച് അവരുടെ ബഹുമാനം, അത് അറിയലും പറയലും പഠിക്കലും കേൾക്കലുമൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനളറത്ത് ലഭിക്കുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ. അവിടുത്തെ പരമ്പരകൾ അവരാണ് ലോകത്തുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് അവന്റെ അടിമകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ലോകത്തുടനീളം നേതൃത്വം നൽകുന്നു. പരിശുദ്ധ ഖുർആൻ അത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൽ കൗസർ എന്ന് പറയുന്ന ചെറിയ സൂറത്താണ് ഖുർആനിലെ. അതറിയാത്തവരും മനപ്പാഠമാകാത്തവരും ആരുണ്ടാവില്ല. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. അല്ലാഹു തആല പറയാണ്, നബിയെ, ഇന്നാ തീർച്ചയായിട്ടും നാം അഅ്തൈനാക അങ്ങേക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. നൽകും എന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പറയാൻ, തീർച്ചയായിട്ടും നാം അങ്ങേക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു അൽ കൗസർ. ധാരാളം സന്താന പരമ്പരകൾ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അറിയിക്കുകയാണ്. അൽ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളാണ്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അൽ ഔലാദ് അൽ കസീർ, ധാരാളം സന്താനങ്ങളെ നൽകിയിരിക്കുന്നു എന്ന തഫ്സീറാണ് കൊടുത്തിരിക്കുന്നത്. അതിനു പുറമെയും ധാരാളം അനുഗ്രഹങ്ങൾ ആ കൗസർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥമാണ് ഹൗദുൽ കൗസർ നൽകി എന്നുള്ളതും അതിന്റെ ഒരർത്ഥമാണ്. പക്ഷേ ആ ഹൗദുൽ കൗസറിനേക്കാൾ ഒക്കെ അങ്ങേ അറ്റത്തെ വലിയ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും അഹ്ലുബൈത്ത. അതിന്റെ കാരണം
ഒരിടത്ത് മഹാന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം. കഅബക്കാണോ സ്ഥാനം? അല്ല, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിനാണോ സ്ഥാനം? മറ്റൊരു ചർച്ച കാണാം, മക്ക എന്ന് പറയുന്ന പ്രദേശത്തിനാണോ സ്ഥാനം, മദീന എന്ന പ്രദേശത്തിനാണോ സ്ഥാനം? ഇങ്ങനെയൊക്കെ ഉലമാക്കൾ, പണ്ഡിതന്മാർ ചർച്ച നടത്തിയത് കാണാം. ആ ചർച്ച നടത്തിയവരൊക്കെയും പറയുന്നുണ്ട് ഒരേ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫ്, അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ജസദു ഷരീഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഭൂമി, അത് മക്കയേക്കാളെന്നല്ല, കഅബയേക്കാളെന്നല്ല, അർശ്, കുർസ്, ഇങ്ങനെ എന്തെല്ലാമുണ്ടോ ഈ പ്രപഞ്ചത്തിൽ ആ സ്ഥലമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അതിന് പുറമേയുള്ള മദീനയുടെ മറ്റു ഭാഗമാണോ ശ്രേഷ്ഠതയുള്ളത്, മക്കയാണോ ശ്രേഷ്ഠത, അവിടെ തർക്കങ്ങളുണ്ട്. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജസദു ഷരീഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ചേർന്ന് നിൽക്കുന്ന ആ ഭാഗം, അതാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ളതിൽ തർക്കം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയി 10 വർഷക്കാലം ആ വീട്ടിൽ താമസിച്ചു. അവിടെയാണ് നബി തങ്ങൾ വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നതും. ആ വീട്ടിൽ നിന്ന് ഒരു വാതിൽ തുറന്നാൽ മദീന പള്ളിയാണ്. ആ പള്ളിയിലേക്ക് നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വരും. മിഹ്റാബിൽ വന്ന് നിസ്കരിക്കും, മിമ്പറിൽ കയറി ഖുത്ബ നിർവഹിക്കും, തിരിച്ചു റൂമിലേക്ക് പോകും. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥലമായി പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലുള്ള മദീന പള്ളിയിലുള്ള മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന സയ്യിദുൽ വറാ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ താമസിച്ച വീട്, ആ വീടിന്റെയും ആ വീട് ഉൾക്കൊള്ളുന്ന സ്ഥലവും, ഞാൻ നടന്നിട്ട് നിസ്കരിക്കുന്ന മെഹ്റാബും, അങ്ങനെ ഞാൻ കയറി നിൽക്കുന്ന മിംബറയും, ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ മുഴുവനും ഈ പ്രപഞ്ചത്തിൽ ഒരു സ്വർഗത്തിന്റെ തോപ്പുണ്ടെങ്കിൽ അത് സ്വർഗത്തിന്റെ ഭാഗമാണ്. അർശിനേക്കാൾ, കുർസിനേക്കാൾ, ലൗഹിനേക്കാൾ, കലമിനേക്കാൾ ലോകത്ത് ഏതെല്ലാം റബ്ബിന്റെ സൃഷ്ടികളുണ്ടോ ആ പ്രപഞ്ചങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠമായ സ്ഥലമാണതെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്റെ ശറഫാക്കപ്പെട്ട നബിതങ്ങളുടെ പാദസ്പർശമേറ്റ സ്ഥലമാണത്. നബിതങ്ങളുടെ കൈ കട്ടിയ സ്ഥലം, നബിതങ്ങളുടെ കാല് അത് പതിഞ്ഞ സ്ഥലം, നബിതങ്ങളുടെ ഭൗതിക ശരീരം അത് പതിഞ്ഞ സ്ഥലം, നബി ഇരുന്ന സ്ഥലം, ഇതിനൊക്കെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഫ്ദലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാലാഖമാരെക്കാൾ സ്ഥാനം സപ്താകാശങ്ങളിൽ നിന്ന്, വാനലോകത്തിൽ നിന്ന് വഹിയിന്റെ പ്രബോധനത്തിന്റെ വഹിയുമായി, റബ്ബിന്റെ അറിവുമായി, ഇൽമുമായി പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്ന് അമ്പിയാക്കൾക്ക് വഹി കൊടുക്കുന്ന പണിയുള്ള മലക്കുണ്ട്, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. കോടാനുകോടി മലക്കുകളുടെ നേതാവാണ്, മലക്കുകളിൽ നമ്പർ 1. മലക്കുകളുടെ എണ്ണം എത്രയാണ്? മലക്കുകളുടെ എണ്ണം അറിയില്ല, അതാണ് അതിന്റെ മറുപടി. എത്ര എണ്ണം അറിയില്ല. ആകാശലോകം മുഴുവനും മലക്കുകൾ നിറഞ്ഞിട്ട് മേലാപ്പ് കെട്ടുന്നത് പോലെ ഒരു തുണി ഇവിടെ ഇങ്ങനെ കെട്ടിയാൽ അതില് വലിയ മൃഗങ്ങളോ അല്ലെങ്കിൽ പൂച്ച പോലുള്ള സാധനമൊക്കെ ചാടിയാൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും എന്നതുപോലെ ആകാശലോകത്ത് മലക്കുകൾ നിറഞ്ഞിട്ട് ആകാശം ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മലക്കുകളുടെ എണ്ണത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം.
മിഗ്റാജിന് വറആജായിബ അലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിയിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി. ലോകത്ത് ഈ പ്രപഞ്ചത്തിന്റെ ഗുരുവിനെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ലോകത്ത് ഒരാൾക്ക് തന്റെ തലയിലുള്ള കണ്ണുകൊണ്ട്, മുഖത്തുള്ള കണ്ണുകൊണ്ട്, ഇരുനേത്രങ്ങളെ കൊണ്ട്, നഗ്നനേത്രം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കാണാൻ അവസരമുണ്ടായിട്ടുണ്ടോ? ആ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ലോകത്ത് മറ്റൊരാൾക്കും അതിന് അവസരം ഉണ്ടായിട്ടില്ല, അതിനുണ്ടാവില്ല, ഇലാ യൗമിൽ ഖിയാമല്ല. അതേ സമയത്ത് ഇന്നക്കും സതറൗന റബ്ബക്കും യൗമൽ ഖിയാമ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ഇവിടെ ജീവിച്ച മുഅ്മിനീങ്ങൾക്ക് നാളെ ആഖിറത്തിൽ, പ്രപഞ്ചത്തിൽ, നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണാം. എങ്ങനെ അറിയില്ല, കാണാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ആ കൂട്ടത്തിൽ നമുക്ക് പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ഒരു കാരണമായി നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. ലോകത്ത് അല്ലാഹുവിനെ കണ്ട നേതാവ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദുൻ റുവിയത്ത് ബിന്നൂരി ത്വയ്നതുഹു മുഹമ്മദുൻ ലം തദൽ നൂറൻ മിനൽ ഖിദമി. നബിതങ്ങളുടെ ഭൗതിക ശരീരം തന്നെ നമ്മുടെ ശരീരം പോലെ അല്ല. നബിതങ്ങളുടെ ഭൗതിക ശരീരം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് നൂറും മണ്ണും കൂടിയതാണ്. നമ്മുടേത് മണ്ണ് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മുഹമ്മദുൻ റുവിയത്ത് ബിന്നൂരി ത്വയ്നതുഹു, നൂറ് കൂട്ടിയിട്ട് അത് കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് നബിതങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആത്മാവിനെ പറ്റിയല്ല, അത് മുഴുവൻ നൂറാണ്. നബിതങ്ങളുടെ റൂഹ് അത് മുഴുവനും നൂറാണ്. അതേ സമയത്ത് നബിതങ്ങളുടെ ശരീരം അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണും നൂറും കൊണ്ടാണ്. വ്യത്യാസങ്ങളാ ഞാൻ പറയുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ അറിവുള്ള നേതാവ്, ജിബ്രീലിനേക്കാൾ അറിവുള്ള നേതാവ്. ആ നേതാവ് ആകാശ ലോകത്തേക്കുള്ള പ്രയാണം നടത്തുമ്പോ അതാ ബൈത്തുൽ മഅമൂർ ഉണ്ടല്ലോ ആകാശലോകത്ത്, അവിടെ മലക്കുകൾ തവാഫ് ചെയ്യുന്നുണ്ട്. മലക്കുകൾ അവിടെ തവാഫ് ചെയ്യുമ്പോ ജിബ്രീൽ കാണിച്ചു കൊടുക്കുകയാണ്, ഇവിടെ മലക്കുകൾ തവാഫ് ചെയ്യുമ്പോ 70,000 മലക്കുകൾ ഒരു നേരം തവാഫ് ചെയ്യും. അവര് തവാഫ് ചെയ്ത് മുന്നോട്ടിങ്ങനെ പോവും. പിന്നെ ജീവിതത്തിൽ അവർക്ക് തവാഫിന് അവസരമില്ല. എന്നാലോ ഇവിടെ തവാഫ് മുറിയില്ല. മുറിയാതിരിക്കാൻ വേണ്ടി മറ്റു മലക്കുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് അങ്ങോട്ട്. ഇവരുടെ 70,000 കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ മറ്റൊരു 70,000 മലക്കുകൾ തവാഫിന് വരും. ഇങ്ങനെ നിൽക്കും. അങ്ങനെ നബി തങ്ങൾ നോക്കുമ്പോ തവാഫ് കഴിഞ്ഞവർ അങ്ങനെ പോകുന്നുണ്ട്, ഒരു പ്രകടനം പോലെ. പിന്നിലതാ ക്യൂ നിൽക്കുകയാണ് തവാഫ് ചെയ്യാൻ വേണ്ടി. രണ്ട് കൂട്ടരുടെയും ആദ്യം പോകുന്നവരുടെ ആദ്യ ഭാഗം കാണുന്നില്ല, ക്യൂ നിൽക്കുന്നവരുടെ അവസാനവും കാണുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, ഇവരുടെ അവസാനം എവിടെയാണ്? ജിബ്രീൽ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ഈ പോകുന്നവരുടെ മുമ്പാകം എവിടെയാണ്? ജിബ്രീൽ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. എന്നെ അല്ലാഹു പടച്ചത് മുതൽക്ക് ഞാൻ ഈ വരി കാണുന്നുണ്ട്, തവാഫ് കാണുന്നുണ്ട്. ഞാൻ മലക്കുകളുടെ എണ്ണം പറയാനത് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എങ്കില് നിങ്ങൾക്ക് എത്ര വയസ്സായി? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ പറഞ്ഞു, എനിക്കറിയില്ല കൃത്യമായി, എന്റെ വയസ്സ് എനിക്കറിയില്ല. പക്ഷേ ഒന്നുണ്ട്, 1,00,000 കൊല്ലം കൂടുമ്പോ ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ഞാൻ ആ നക്ഷത്രത്തെ എന്നെ സൃഷ്ടിച്ചത് മുതൽ 1,00,000-ത്തിലധികം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ എത്ര വയസ്സുണ്ട്? ഒരു സുമാറ് കൂട്ട. അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ്. ഈ മലക്കുകൾ ഇങ്ങനെ പോകുന്നു, വരുന്നു. ആദ്യവും അവസാനവും കണ്ടിട്ടില്ല. അപ്പൊ എത്ര എണ്ണമുണ്ട് മലക്കുകള്? ആ മലക്കുകളുടെ മുഴുവനും നേതാവാണ് മഹാനരായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആ
ജിബ്രീലിന് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ അത്ര അറിവില്ല. ഇത് പറയാൻ ഞാൻ ഈ പറഞ്ഞത്. ഈ മലക്കുകൾക്ക് മുഴുവനും അല്ലാഹു കൊടുത്ത അറിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ അടുത്തെത്തൂല. فَكَالنَّبِيِّينَ فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُوا فِي عِلْمٍ وَلَا كَرَمٍ. 1.25 ലക്ഷം അമ്പിയാക്കൾക്ക് അല്ലാഹു വഹിയിലൂടെ ഇൽമു കൊടുത്തിട്ടുണ്ട്. ആ അറിവുകൾ മുഴുവനും എടുത്തു വെച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ അടുക്കലെത്തൂല. ഓൽക്ക് എല്ലാവർക്കും കൂടി കൊടുത്ത അറിവാണ് ഇൽമു എന്ന് പറഞ്ഞ അല്ലാഹുവിനെ സംബന്ധിച്ച് നബി തങ്ങളുടെ മഹത്വം അറിയാൻ വേണ്ടി ഞാൻ പറയാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല നേരെ അറിവിന്റെ ഉറവിടം അല്ലാഹുവാണ്. ഇൽമു എന്ന സിഫത്ത് അത് അല്ലാഹുവിൻ്റെതാണ്. ആ അല്ലാഹുവിന്റെ ഇൽമാകുന്ന സിഫത്തിൽ നിന്ന് അല്പം അല്ലാഹു ലൗഹ് എന്ന് പറയുന്ന ആ അതിലേക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി. അതിന് കലമ് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. കലമ് ലോകമാണ്. കലമ് എന്ന് പറഞ്ഞാൽ പേനാന്നല്ല, കലമ് എന്ന് പറഞ്ഞാൽ ലോകമാണ്. ആ ലോകം ബഹ്റുൻ നൂറാണ്, പ്രകാശത്തിന്റെ ലോകമാണ്. അത് മുഴുവൻ അറിവാണ്. ആ ലോകത്തേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രവേശനമില്ല. ആ ലോകത്തും പോയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബി തങ്ങളുടെ ഇൽമിൽപ്പെട്ട അല്പം ഇൽമാണ് ലൗഹ് എന്ന് പറയുന്ന ലോകത്തെ മുഴുവൻ ഇൽമും. അതുകൊണ്ട് തീരൂല നബി തങ്ങളുടെ. പിന്നെ എവിടെന്നാ പിന്നെ നബിക്ക് ഇൽമ്? അതാണ് കലമും കഴിഞ്ഞാൽ ആ ഇൽമിന്റെ ഒക്കെ ഉറവിടമാകുന്ന നബിതങ്ങൾ അല്ലാഹുവിനെ തന്നെ നബിതങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇൽമു മുഴുവൻ കണ്ടു. അതാണ് നബിതങ്ങളുടെ ഇൽമു മുഴുവനായിട്ട് കണ്ടു. കാരണം ഇൽമിന്റെ കേന്ദ്രം, അതിന്റെ സ്രോതസ് അത് മുഴുവനും അല്ലാഹുവിന്റെ ദാത്താണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂത്തി. ലാഹൂത്തിന്റെ പള്ളിയിലുള്ള ഗുരുനാഥനെ കണ്ടു. കണ്ണാല് കണ്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇൽമിന്റെ കേന്ദ്രം ഇൽമു മാത്രല്ലല്ലോ അള്ളാഹിന്റെ സിഫത്തുള്ളത്. റഹ്മത്ത് അല്ലാഹുവിന്റെ സിഫത്താണ്, റഹീമിയത്ത് അല്ലാഹുവിന്റെ സിഫത്താണ്. എല്ലാ കാരുണ്യങ്ങളുടെയും ഉറവിടമാണ് അല്ലാഹു. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദിർ-റഹ്മ എന്നാണ്. റഹ്മത്ത് ഉടയവൻ എന്നാണ്, റഹ്മത്ത് ചെയ്യുന്നവൻ എന്നല്ല. റഹ്മത്ത് ഉടയവനാണ്, അവിടുന്ന് ഒലിക്കുകയാണത്. അതെ, ദിർ-റഹ്മ എന്നാണ് ഇമാമുമാർ അതിന് അർത്ഥം കൊടുത്തത്. കാണാം, ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതിയപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ കാണാം. അർ-റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടി ഒരൊറ്റ അർത്ഥം കൊടുത്ത് ഐ ദിർ റഹ്മത്തിൽ കസീറ എന്ന്. ദിർ റഹ്മ എന്നാണ് അനുഗ്രഹം ഉടയവൻ, അനുഗ്രഹത്തിന്റെ കേദാരം, അതിന്റെ മമ്പ് ഉറവിടം. അതാണ് അല്ലാഹു. ആ അല്ലാഹുവിനെ കണ്ട നേതാവായത് കൊണ്ടാണ് എല്ലാ റഹ്മത്തിന്റെയും കേന്ദ്രം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി തങ്ങളുടെ സംബന്ധിച്ചാണ് അല്ലാഹ് പറഞ്ഞത് ഈ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹ് കൊടുത്ത കൗസറിൽ പെട്ട അർത്ഥമാണ് ഈ പറഞ്ഞതൊക്കെ. ആ അൽ കൗസർ എന്ന് പറയുന്ന വാചകത്തിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒക്കെ നബിയെ തങ്ങൾക്ക് അല്ലാഹ് തന്നു, എന്നാൽ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന അനുഗ്രഹമാണ് അതിൽപ്പെട്ട അൽ ഔലാദുൽ കസീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ അഹ്ലുൽ ബൈത്ത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വർക്കന പറഞ്ഞോളൂ. ഹസൻ ഹുസൈൻ അവരെ പേര് പറഞ്ഞെടുത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കണ്ടാൽ പർവ്വതങ്ങൾ മാറിക്കൊടുക്കുമെന്നാണ്. അവരിങ്ങനെ നടന്നു പോകുമ്പോ ഉഹുദുമലയുടെ അടുക്കലൂടെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു പോണോ, ഉഹുദുമല നീങ്ങിക്കൊടുക്കും. അത്ര വലിയ ശ്രദ്ധതയുള്ളവരാണ് അഹ്ലുൽ ബൈത്ത്, മറന്നു പോകണ്ട.
അൽഹംദുലില്ലാഹ്, ആ അഹ്ലു ബൈത്ത് പരമ്പരയാണ് ലോകത്ത് മുഴുവനും ഇന്ന് അല്ലാഹുവിന്റെ ദീനിന് നേതൃത്വം കൊടുക്കുന്നത്. അത് അല്ലാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയാൽ ഇന്നാ അഅതൈനാക്കൽ കൗസർ, നബിയെ അങ്ങേക്ക് നാം ധാരാളം സന്താനങ്ങളെ തന്നിട്ടുണ്ട്. അങ്ങയുടെ ആശയം ഇവിടെ നിലനിർത്താൻ, ആദർശവും ദീനും ഇവിടെ നിലനിർത്താൻ ലോകത്തിന്റെ ദിക്ക് ദിഗന്ധങ്ങളിൽ എവിടെയൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ അവിടൊക്കെ സാദാത്യങ്ങൾ. ഞാന് വെള്ളിയാഴ്ച മാത്രം എനിക്ക് ഒഴിവുള്ളത്. നാളെ രാവിലെ 6:30 ക്ലാസ് തുടങ്ങണം. അപ്പൊ തങ്ങള്, ഞാൻ അങ്ങനെ ദൂരക്ക് വാലിന് വിളിച്ച പോലില്ല, പക്ഷെ തങ്ങള് വിളിച്ചു നേരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. നമുക്ക് ഇൽമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീന്റെ ഇൽമാ. നമുക്ക് ആ വഹീന്റെ ഇൽമു പ്രചരിപ്പിക്കാൻ അല്ലാഹ് ഏൽപ്പിച്ചവരാണ് അഹ്ലു ബൈത്ത്. അവര് വിളിച്ചിട്ട് വേദ പറയണം എന്ന് പറഞ്ഞാൽ പറ്റൂല, അറിയാൻ പറ്റും. അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഞാൻ വേദന അങ്ങനെ പോരില്ല. അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിനെ ആഫിയാക്കി തരട്ടെ. വലിയ മഹത്വമാണ്. അതുകൊണ്ട് ഈ സദസ്സ് നഷ്ടപ്പെടാതെ ആ നേതൃത്വത്തിന്റെ കീഴിൽ നമ്മള് നമ്മുടെ ആത്മീയമായ പുരോഗതിക്കുള്ള അവസരങ്ങൾ കണ്ടെത്തണം. അള്ളാഹു ഇതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വലിയ ഇൽമിന്റെ കേന്ദ്രമാണ്. ഞാൻ അങ്ങോട്ട് നീട്ടി പറയുന്നത് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അഹ്ലു ബൈത്ത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവർക്ക് വിഷമമുണ്ട്, അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ദീനാണ്. നബി തങ്ങളെ പറയല് പുണ്യമുള്ള കാര്യമാണ്. നബി തങ്ങളുമായി ബന്ധപ്പെട്ടതിനെ പറയലും പുണ്യമുള്ള കാര്യമാണ്. അവിടുത്തെ മക്കളെ മാത്രല്ല, അറിയില്ലേ നിങ്ങൾക്ക്, നബി തങ്ങൾ സഞ്ചരിച്ച ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ ഒരൊട്ടകത്തിന്റെ പേര് കസ്വാ എന്നാണ്. ആ കസ്വാ എന്ന് പറയുന്ന ഒട്ടകത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടോ, റബ്ബിനോട് ദുആ ചെയ്തോ, അല്ലാഹു ആ പ്രയാസത്തിനൊരു പരിഹാരം തരും. കാരണം ഇത് ഹബീബായ മുത്തുനബി തങ്ങളെ ചുമന്ന് നടന്ന ഒട്ടകമാണ്. അല്ലാഹു തആല ലോകത്തൊരു മൃഗത്തിന് വലിയ ഭാഗ്യം കൊടുത്തിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഹബീബായ മുത്തുനബി തങ്ങളെ മരുഭൂമിയിലൂടെ ചുമന്ന് നടക്കാൻ മക്കയിൽ നിന്ന് ഒരു വേള മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു, ഹിജ്റ ചെയ്യേണ്ടി വന്നു. ആ ഘട്ടത്തിൽ നബി തങ്ങളെ ചുമന്ന്, സിദ്ദീഖ് തങ്ങളെ ചുമന്ന് നടന്ന ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വാ. തങ്ങൾക്ക് വേറെ ഒട്ടകണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്. അങ്ങനെ വഹിയിന്റെ ഹിറാ പർവ്വതത്തിൽ നിന്നിറങ്ങി, അവിടെ നിന്നിറങ്ങി അതാ പോകുകയാണ്. പോയിട്ടോ സൗർ പർവ്വതത്തിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ അതിന്റെ ഇടയിലൊന്ന് ഞാൻ പറയാ, ആ സൗർ എന്നുള്ള പർവ്വതത്തിന്റെ മുകളിൽ കയറി നബി തങ്ങൾ ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ ഇരിക്കുമ്പം അവിടെ ചില പ്രാവുകൾ വന്നിട്ട് നബി തങ്ങൾക്ക് അവിടെ വലിയ സൗകര്യം ചെയ്തു കൊടുത്തതുണ്ട്. നബി തങ്ങളെ ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടി ആ സൗർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ വന്ന് അപ്പോഴാ പ്രാവ് അടയിരിക്കുകയാണ്. ഇവിടെ ഒന്നും അടുത്തൊന്നതിലൂടെ ആളുകൾ വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് അടുത്തെത്തിയ ശത്രുക്കള് തിരിഞ്ഞുപോയ സംഭവം നമുക്കറിയാം. പരിശുദ്ധമായ ബുർദയിൽ അത് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഈ പ്രാവുകൾ സംരക്ഷണം കൊടുത്തിരിക്കുമ്പോ ആ സൗർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ ഒരു ദ്വാരത്തില് ഒരു പാമ്പ് വന്ന് താമസിച്ചിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു ദ്വാരം കണ്ടപ്പോ തന്റെ തള്ളവിരല്, കാലിന്റെ തള്ളവിരൽ അങ്ങോട്ട് തിരികെ വെച്ചു. എന്തെങ്കിലും ജന്തുക്കളുണ്ടെങ്കിൽ നബി തങ്ങളെ ആക്രമിക്കണ്ട, നബി തങ്ങൾക്ക് പ്രയാസം വരണ്ട. ആ കാലിന് കൊത്തി പാമ്പ് ചരിത്രത്തിൽ കാണാം. കൊത്തിയപ്പോ വേദന സഹിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് വേദന സഹിക്കാൻ കഴിയാതെ, പക്ഷെ കാലെടുത്തില്ല. നബി തങ്ങൾ ഉണർന്നു. എന്തേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാ സിദ്ദീഖുൽ അക്ബർ? അത് പറഞ്ഞത് മറന്നു, ഞാൻ പറയാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞ സ്ഥലത്ത് ആ സിദ്ദീഖുൽ അക്ബർ അമ്പിയാക്കളെ കഴിച്ചാൽ ലോകത്ത് ഏറ്റവും വലിയ മഹാനാരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖിനോട് നബി തങ്ങൾ ചോദിക്കാണ്, എന്തേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? വിവരം പറഞ്ഞു, എന്തോ കൊത്തിയിട്ടുണ്ട്, വേദന ഉണ്ട്, കാല് വലിക്കാൻ പറഞ്ഞു. അപ്പോഴാ വലിയൊരു സർപ്പമുണ്ട് അവിടെ. ആ സർപ്പം പറയാണ്, യാ റസൂലല്ലാഹ്,
അമ്പിയാക്കളോട് എല്ലാവരും സംസാരിക്കും. സൂറത്തുൻ നംല് കണ്ടിട്ടില്ലേ നിങ്ങൾ? സൂറത്തുൻ നംല് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറുമ്പ് സംസാരിച്ച് കണ്ടിട്ടില്ലേ? എല്ലാവരും സംസാരിക്കും. മാ ബൈന സമായി ഇലൽ അർളി ഇല്ലാ വയഅലമു അന്നീ റസൂലുള്ളാഹ്. അല്ലാഹു റസൂൽ പറഞ്ഞാണ്, ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയിലടക്കം ഒരൊറ്റ സൃഷ്ടികളുമില്ല, പടപ്പുകളുമില്ല. ഇല്ലാ വയഅലമു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അറിയാത്ത ഒരൊറ്റാളുമില്ല. പക്ഷേ ഇല്ലൽ ആസി വൽ ജിൻ, മനുഷ്യരിലും അതുപോലെ ജിന്നുകളിലും ചില കുരുത്തക്കേടുള്ളവരുണ്ട്. അവർക്ക് എന്നെ പറ്റി അറിയില്ല, അവർക്കെന്നെ പറ്റി അറിയില്ല. അതേ സമയത്ത് മറ്റുള്ള ജീവികൾക്കൊക്കെ അറിയും. ഞാൻ ഒട്ടകത്തിന്റെ വിഷയം പറയാമെന്നതാണ്. ഞാൻ വേറൊരു ഒട്ടകത്തിൻ്റെത് പറയാം. മദീനയിൽ ഒരു ഒട്ടകത്തിന് മതമിളകിപ്പോയി. ആനക്ക് മതമിളകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒട്ടകത്തിന് മതമിളകിയാൽ ആനക്കിളകുന്നത് പോലെയല്ല. ആനക്ക് വലിയ തടി ഉണ്ടാണ്ട് വല്ലാതെ ഓടാനും ചാടാൻ പറ്റില്ല. ഒട്ടകം അങ്ങനെയല്ല, മതമിളകി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല, കടിച്ചു കീറും ആളുകളെ. ഒരു ഘട്ടത്തിൽ മദീനയിൽ ഒരു ഒട്ടകത്തിന് മതമിളകിപ്പോയി. സ്വഹാബത്ത് ബേജാറായി. ഇങ്ങനെ നോക്കുമ്പോ ഈ ഒട്ടകം ഓടി 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 ഒരു തോട്ടത്തിൽ കയറി, ഈത്തപ്പനത്ത്. സാധാരണ നബിതങ്ങളുടെ ഇടയ്ക്ക് അവിടെ പോയി വിശ്രമിക്കാറുണ്ട്. ആ തോട്ടത്തിലാണ് കയറിയത്. സഹാബത്ത് ബേജാറായി, നബിതങ്ങൾ ആക്രമിക്കോ? നബിതങ്ങൾ വരുന്ന വഴിയിൽ കാത്തുനിന്നു. നബിയെ അങ്ങോട്ട് പോണ്ട, അവിടെ മതമിളകിയ ഒട്ടകം കയറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അതൊന്നും ശ്രദ്ധിച്ചില്ല, ഒരു കൂസലില്ല. ആ ഒട്ടകം കയറിയ സ്ഥലത്തേക്ക് തന്നെ അങ്ങോട്ട് കയറി. സഹാബത്ത് ഇങ്ങനെ ബേജാറായി നിൽക്കുക, എന്താ സംഭവിക്കുക? നബിതങ്ങളെ കണ്ടപ്പോൾ തന്നെ ഈ മതമിളകി കുന്തിരി പാഞ്ഞ ഈ ഒട്ടകം അതാ അനുസരണയുള്ള ഒരാളെ പോലെ, അനുസരണയുള്ള ഒരു അടിമയെ പോലെ ഈ ഒട്ടകം രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരൊലിച്ച് തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്, ഭവ്യതയോടുകൂടെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞപ്പോ ഒട്ടകം മെല്ലെ 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 ഇങ്ങനെ നടന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലെത്തി കാതിലെന്തോ മന്ത്രിച്ചു, കരിയാണ്. അല്ലാഹുവിന്റെ റസൂല് ശറഫാക്കപ്പെട്ട കൈ ആ ഒട്ടകത്തിന്റെ തലയിലങ്ങ് വെച്ചു കൊടുത്തു. ഒട്ടകത്തിന്റെ വിഷമങ്ങളൊക്കെ നീങ്ങി. ഒട്ടകം എന്തോ നന്ദി പറയുന്നത് പോലെ, ചിരിക്കുന്നത് പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലൊന്ന് സുജൂദിലായി കിടക്കുന്ന പോലെ കിടന്നിട്ട് ഒറ്റ പോക്ക. പിന്നെ പ്രശ്നമില്ല. സ്വഹാബത്ത് അമ്പരന്നു പോയി. ചോദിച്ചു, എന്താ ഒട്ടകം പറഞ്ഞത്? ആ ഒട്ടകത്തിന് എന്തോ വിഷമുണ്ട്, എന്തോ ഒരു ഭ്രാന്ത് പോലെ. ഞാൻ അറിഞ്ഞിട്ട് ആരെയും ആക്രമിച്ചിട്ടില്ല നബിയെ, എനിക്കെന്നെ ബുദ്ധി പോയതുപോലെ. അതുകൊണ്ട് നിങ്ങളൊന്ന് ദ്വാരിക്കണം. ഒട്ടകത്തിനറിയാം രോഗം വന്നാൽ എവിടെ പോകണം. അതിനാ റസൂലുള്ള വിശ്രമിക്കുന്ന തോട്ടത്തിലേക്ക് വന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ചപ്പൊക്കെ മാറി. അങ്ങനെ അത് തിരിച്ചു പോയതാണ്. അപ്പോഴാ റസൂലുള്ള പറഞ്ഞത്, മാ ബൈന സമായി ഇലൽ അർളി ഇല്ലാ വയഅലമു അന്നീ റസൂലുള്ളാഹ്. എല്ലാ മൃഗങ്ങൾക്കും ഞാൻ നബിയാണെന്നറിയാം. അങ്ങനത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പാമ്പ് സൗർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ ആ ദ്വാരത്തിൽ ഒളിച്ചു കിടക്കുകയാണ്. നബിതങ്ങളെ കാണാനുള്ള ആഗ്രഹത്തിന് കാലങ്ങളോളമായി ഞാൻ ഇവിടെ ഒളിച്ചു കിടക്കുന്നു. ആളുകൾ കണ്ടാൽ എന്നെ തച്ചു കൊല്ലില്ലേ, പക്ഷെ എനിക്ക് അങ്ങയുടെ മുഖമൊന്ന് കാണണം എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ. അപ്പോഴാണ് സിദ്ദീഖ് കാലുകൊണ്ട് മറച്ചു വെച്ചത്. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് കടിച്ചു പോയതാണ്. അല്ലാഹുവിന്റെ റസൂല് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മൃഗങ്ങൾക്കറിയാം ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയിലെത്തി. ഹബീബായ മുത്തുനബിങ്ങൾ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് കയറി മദീനയിലേക്ക് അങ്ങെത്തിയപ്പോ ആളുകൾ പലരും ആഗ്രഹിച്ചു, നബിതങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കണം, നബിതങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കണം. ഓരോരുത്തരും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് ഇങ്ങനെ പല ആളുകളും പിടിക്കാൻ നോക്കി. എന്റെ വീട്ടിൽ വരണം നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദഊഹാ, എന്റെ ഒട്ടകത്തിനെ നിങ്ങൾ വെറുതെ വിടൂ, ഫഇന്നഹാ മഅ്മൂറാ. ഞാൻ എവിടെ താമസിക്കണമെന്നുള്ളത് എന്റെ ഒട്ടകത്തിനോട് അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം എന്നെ ഒട്ടകം ഞാൻ താമസിക്കേണ്ട സ്ഥലത്തെത്തിക്കും, നിങ്ങൾ ആരും അതിനെ പിടിക്കേണ്ടതില്ല എന്ന് ഖാല റസൂലുള്ളാഹി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ ഫളിലാണ്.
ഫഇന്നഹാ മഅ്മൂറ. ഈ ഒട്ടകം എവിടെ? അങ്ങനെ നബി തങ്ങളുടെ ഒട്ടകം ആരും പിടിച്ചില്ല. അത് മെല്ലെ മെല്ലെ നടന്ന് ഇന്ന് മദീന പള്ളി നിൽക്കുന്ന സ്ഥലം ഒരു സുഹൈൽ എന്ന് പറയുന്ന യതീമക്കളുടെ കാരക്ക ഉണക്കുന്ന മൈതാനിയായിരുന്നു. അവിടെ മുട്ടും. കുറച്ചു നേരം അവിടെ എന്നിട്ടോ വീണ്ടും അവിടെ നിന്ന് എണീക്കുകയാണ്. എണീറ്റിട്ട് പിന്നെ പോകുന്നത് എങ്ങോട്ടാണ്? ഇലാ ബൈത്തി അബി അയ്യൂബിൽ അൻസാരി. അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു താമസിക്കുന്ന വീട്ടിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി. അപ്പൊ അവിടെ താമസിക്കണം, ആദ്യത്തെ സ്ഥലത്ത് പള്ളിയും എടുക്കണം. ഈ കൽപ്പനയൊക്കെ ആരിലൂടെ കൊടുക്കുന്നത്? ഒട്ടകത്തിലൂടെയാണ് അല്ലാഹു കൊടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, നബിതങ്ങൾ മാത്രല്ല, നബിതങ്ങളുമായി ബന്ധപ്പെട്ടതിനും വലിയ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വ വസ്തുക്കൾക്കും വലിയ ശ്രദ്ധതയുണ്ട്. അറിയില്ലേ നിങ്ങൾക്ക്? അങ്ങനെ പള്ളി സ്ഥാപിച്ചു. ആ പള്ളിയിൽ അതാ ഒരു മിമ്പറയുണ്ട്. എങ്ങനത്തെ മിമ്പറ? ഈത്തപ്പന തടി കൊണ്ടുണ്ടാക്കിയ ചെറിയ ഒരു ചാരി നിൽക്കുന്ന ഇതുപോലുള്ള മിമ്പറല്ല അന്ന് ആദ്യം ഉള്ളത്. ഒരു ചാരി നിൽക്കാനുള്ള ഒരു മരക്കഷ്ണം, ഒരു മരം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് അവിടെ ചാരിയാണ് നബി തങ്ങൾ ഖുതുബ നിർവഹിക്കാറ്. അത് കണ്ടപ്പോ ഒരു സഹോദരി, നബിയേ അങ്ങേക്ക് കയറി നിൽക്കാൻ ഞാനൊരു മിമ്പറ നിർമ്മിച്ചു തരട്ടെയോ നബിയേ? അങ്ങനെയാണല്ലോ. അൽഹംദുലില്ലാഹ്, ഈ പള്ളി കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം. എല്ലാ സൗകര്യവും ഇവിടെ എല്ലാവരും സഹായിക്കുന്നുണ്ടോ? സഹായിക്കും വേണം. അങ്ങനെയാണ് സഹോദരിമാരെ കൂടുതൽ സഹായിക്കേണ്ടത്. അങ്ങനെ സഹായിക്കും ചെയ്യാം. കഴിയുന്നത്ര അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് ആവശ്യമായ സ്ഥാപനങ്ങളും പള്ളികളൊക്കെ വേണം. അതിന് നമ്മൾ എല്ലാവരും സഹായിക്കണം. നബി തങ്ങൾ പള്ളിയെടുത്ത് മിമ്പർ, ഒരു പെണ്ണ്, ഒരു സഹോദരിയാ, ഞാൻ അങ്ങേക്ക് ഒരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ. നബി തങ്ങൾ പറഞ്ഞു അതെ ഉണ്ടാക്കിക്കോളൂ. അങ്ങനെ നല്ല ഭംഗിയുള്ള മിമ്പറ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഹദിയ കൊടുത്തു. നബി തങ്ങൾ അതിന്റെ മുകളിൽ കയറി ഖുതുബ ഓതുന്ന സമയത്ത് മുമ്പ് ചാരി നിന്നിരുന്ന ഈത്തപ്പനത്തടിയുണ്ട്. അത് ഉണങ്ങി, ഒരു നീരില്ല അതിന് ഒരു ബോധമുണ്ടോ, കണ്ണുണ്ടോ, കാതുണ്ടോ, ചിന്തയുണ്ടോ? ഒന്നുമില്ല. ഉണങ്ങിയ ഈത്തപ്പനത്തടിയാണ്. അത് കരയാൻ തുടങ്ങി. അതിന്റെ ഭാഷയിലുള്ള കരച്ചിൽ, കണ്ണുകൊണ്ടുള്ള കരച്ചിലല്ല, ശബ്ദമുണ്ടാക്കി. സ്വഹീഹ് ബുഖാരിയിൽ കാണാം. സുബ്ഹാനല്ലാഹ്. അതിന് ഏതുപോലെ കാളകൾ ഒച്ച വെക്കുന്നത് പോലെ ഒച്ച വെച്ചു. കാരണം റസൂലുള്ളാഹിന്റെ സ്പർശനം നഷ്ടപ്പെട്ടു പോയല്ലോ. അള്ളാന്റെ റസൂല് മിമ്പറിൽ നിന്നിറങ്ങി ഈ ഈത്തപ്പന മട്ടലിന്റെ, ഈ ഈത്തപ്പനത്തടിയോട് ശറഫാക്കപ്പെട്ട കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, നിനക്ക് ഇവിടുത്തെ തോട്ടത്തിൽ ഞാൻ ഇന്നെ എന്ത് ചെയ്യാം, വലിയൊരു ഈത്തപ്പന മരമാക്കിയിട്ട് നല്ല കായ്കൾ ഉണ്ടാവും, എന്നിട്ട് മൂമിനീങ്ങൾക്ക് അതിങ്ങനെ കഴിക്കാം. അങ്ങനെ ആക്കണോ? അല്ല, നിന്നെ സ്വർഗത്തിൽ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈത്തപ്പന മരമാക്കാം. അങ്ങനെ വേണം. എന്താ വേണ്ടത്? അപ്പൊ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ മതി, സ്വർഗം മതി, ഇനി ദുന്യാവിലെ ജീവിതം വേണ്ട, ദുന്യാവിൽ ഇനി ഒരു മരായിട്ടിരിക്കണ്ട. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ മദീനത്തെ പള്ളിയുടെ അതിന്റെ ഉള്ളില് അതിന് കുഴിച്ചുമൂടി. അത് സ്വർഗത്തിന്റെ തോപ്പാ. ഇനി ആഖിറത്തിൽ അതടക്കമുണ്ട്. ആ സ്ഥലവും അവിടെ ഈത്തപ്പന മരം ഉണ്ടാകും. ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കൊക്കെ കഴിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. നല്ലോണം തോന്നുന്നുണ്ട്. അതൊന്നും വേണ്ടില്ല, ഇനി സ്വർഗത്തിന്റെ ഒരു മൂല കിട്ടിയാൽ മതിയാറില്ല. മൂല പോരാ. അങ്ങനെ ദുആ ചെയ്യേ, നല്ലോണം ദ്വാരിക്കണം. അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം തരണേ എന്ന് ദ്വാരിക്കണം. സ്വർഗത്തിന്റെ മൂല പോരാ നമുക്ക്. സ്വർഗം മുഅ്മിനീങ്ങൾക്കുള്ളതല്ലേ? നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ? സ്വർഗം നമുക്കുള്ളതാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് വസത്തുൽ ജന്ന, സ്വർഗത്തിന്റെ നടുവും, വഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനവുമാണ് ജന്നാത്തുൽ ഫിർദൗസ്. അവിടെ ചോദിക്കുമ്പം സലുല്ലാഹൽ ഫിർദൗസ് ഖാല റസൂലുള്ളാഹി, നിങ്ങൾ ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് ചോദിച്ചോളിയെന്ന. പിന്നെന്തിനാ നമ്മൾ ചെറിയ മൂല ചോദിക്കണ്? ചോദിക്കും, അങ്ങനെ ചോദിക്കും. തരല് അല്ലേ? ചോദിച്ചു എന്നുള്ളത് കൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ചോദ്യത്തിന് കൂലിയുണ്ട്, ദുആക്ക് ഉത്തരണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്താണ് ഉമ്മമാരെ, സലാത്തിന്റെ മജ്ലിസിലും അതുപോലെ ഈ റാത്തീബിന്റെ മജ്ലിസിലും ഒക്കെ വരുന്നുണ്ട്. ഞാൻ പല ആവശ്യങ്ങളും വെച്ച് സംഭാവന കൊടുക്കാറുണ്ട്. ഇതുവരെ നടന്നിട്ടില്ല. 1, 2, 3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്ത് മാസങ്ങളൊക്കെ വന്നിട്ട് ഇതുവരെ വീടിയിട്ടില്ല. എത്ര വട്ടം തങ്ങൾ ഉപ്പാപ്പനിക്കും വേണ്ടി തോരുന്നത്. ഞാൻ ആ മജ്ലിസിൽ ആമീൻ പറഞ്ഞ് കിട്ടിയിട്ടില്ലല്ലോ. നിരാശപ്പെടണ്ട. പിന്നെ
നിങ്ങൾ ഇവിടെ വെച്ച് ദുആ ചെയ്തതിന് കൂലി നിങ്ങളുടെ ഇടയിലുണ്ട്, അതൊരിക്കലും ഇല്ലാതാവൂല. കൂലി ഉണ്ട്, അത് ആഖിറത്ത് കിട്ടും. അദ്ദുആഹു വൽ ഇബാദ, ദുആ ചെയ്താൽ അത് ഇബാദത്താണ്, അതിന്റെ കൂലി നമുക്ക് എഴുതി അപ്പൊ തന്നെ കിട്ടി. പിന്നെ ചോദിച്ചതെന്ത്? അത് ഫലമാണ്, പ്രതിഫലം നമുക്ക് കിട്ടിയതായിരുന്നു. നിങ്ങൾ ഇവിടെ സംഭാവന കൊടുത്തു ഒരു ആവശ്യം വീടാൻ, ആവശ്യം വീടിയിട്ടില്ലെങ്കിലും സംഭാവന കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടി. ഇനി ആവശ്യം വീട് നമുക്ക് ഖൈറുണ്ടെങ്കിൽ അത് വീട്ടിൽ തരുള്ളൂ. ചോദിച്ചതൊക്കെ നമുക്ക് ഖൈറുണ്ടെങ്കിലേ തരുള്ളൂ. പക്ഷെ ചോദിച്ചതിന്റെ കൂലി കിട്ടും. കൂലി വേറെ, പ്രതിഫലം വേറെ. ഫലം വേറെ, പ്രതിഫലം. കൂലിയാണ് പ്രതിഫലമാണ്, സ്വഭാവമാണ്. ഫലം വേറെ. കടം വീടാനുള്ള ദുആ ഉണ്ട്. നമ്മൾ കുറെ ദുആ നോക്കി, കടം വീടിയിട്ടില്ല, അതുകൊണ്ട് നഷ്ടപ്പെട്ടില്ല. ആ ദുആക്ക് കൂലി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫലോ, അത് അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഖൈറുണ്ടെങ്കിലേ തരുള്ളൂ. ഉമ്മമാര് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ പലയിടത്തും മക്ബറയിൽ പോകും, പല മഹാന്മാരുടെ മജ്‌ലിസിലും പോകും, പല സ്ഥലത്തേക്കും നമ്മൾ സംഭാവന കൊടുക്കും, നേർച്ച കൊടുക്കും. എന്നിട്ട് ഇന്റത് വീട് കിട്ടിയില്ലല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, അത് ഫലമില്ലാതായപ്പോയല്ലോ. അങ്ങനെ മനസ്സിലാക്കണ്ട. കൂലി കിട്ടിയിട്ടുണ്ട്. പിന്നെയോ മറ്റത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയത് ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം അല്ലാഹു തരും. അത് തരാതിരിക്കില്ല. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ മനസ്സിലാക്കണം. ദ്വാരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ, അല്ലാഹുവേ എന്റെ കടം വീട്ടി തരണേ എന്നൊരാൾ ദ്വാരുന്നു, കടം വീടിയില്ല, ദുആക്ക് കൂലിയുണ്ട്. ആ ദുആക്ക് കൂലിയുണ്ട്. അത് അല്ലാഹുവിനെ ബഹുമാനിക്കലാണ്, അല്ലാഹുവിനെ ആദരിക്കലാണ്. നമ്മൾ അല്ലാഹുവേ എന്റെ കടം വീട്ടി തരണേ, അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിനെ വീട്ടാൻ കഴിവുള്ളവനാണ്, ഞാൻ അടിമയാണ് എന്നുള്ളത് പ്രകടിപ്പിക്കാണല്ലോ. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. അതിന് കൂലി. കടം വീടിയാലും. അതുകൊണ്ട് നല്ലോണം ദോർക്കുക, എപ്പോഴും ദോർക്കന്നെ, എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യന്നെ. കിട്ടിയല്ലേ നമ്മൾ നോക്കണ്ട, ദുആക്ക് നമ്മൾക്ക് പ്രതിഫലം ഉണ്ടാവും. ചില ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ്, ഞാൻ ഇപ്പൊ 4 വട്ടമായി ഉള്ളാളെ ദർഗയിൽ പോയിട്ട് ദുആയിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ മജ്‌ലിസിൽ വന്ന് 5-6 വട്ടമായി എനിക്കൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ പോണില്ല. അതോടുകൂടെ എല്ലാം ബാത്തിലായി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യും പറയുമ്പോഴേക്ക് അല്ല തന്നോണ്ടെന്ന് നിർബന്ധമുള്ള കാര്യമില്ല. ഇരിക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് വരുന്നു. മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ അഹ്ലു ബൈത്ത്, അവിടുത്തേതുമായി ബന്ധപ്പെട്ട ഇൽമുകള്, അവിടുന്ന് പഠിപ്പിച്ച ദീന്, ഇതൊക്കെ വലിയ മഹത്വമുള്ളതാണ്. തഅലീമു മാ അല്ലമഹുല്ലാഹ്, അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അല്ലാഹു നിസ്സാരമാക്കിയതിനെ നമ്മൾ നിസ്സാരമാക്കും വേണം. അല്ലാഹ് ആദരിച്ചതിനെ നമ്മൾ ആദരിക്കുകയും വേണം. അത് ഈമാനിന്റെ വലിയ അടിത്തറയാണ്. അല്ലാഹ് ആദരിച്ചവരിൽപ്പെട്ടവരാണ് ഹബീബായ മുത്ത് നബി അടക്കമുള്ള അമ്പിയാക്കള്. അവരെ പറ്റി നമ്മൾ നല്ലതേ വിചാരിക്കാവൂ. അതുപോലെ തന്നെ മഹാന്മാരായ അഹ്ലു ബൈത്ത്, ഔലിയാക്കള്, ഉലമാക്കള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, അതുപോലെ പള്ളികള്, മക്ബറകള്, അതൊക്കെ അല്ലാഹു തആല ആദരിച്ച ദീനിന്റെ ചിഹ്നങ്ങളാണ്. അതിനോട് നമ്മുടെ മനസ്സിൽ ബഹുമാനമുണ്ടോ, ആദരവുണ്ടോ? മജ്‌ലിസിന്റെ ദിക്റിന്റെ മജ്‌ലിസുകള് ആദരവുള്ള മജ്‌ലിസാണ്. അതിനോട് നമുക്ക് ബഹുമാനമുണ്ടോ, ആദരവുണ്ടോ? അത് നമ്മുടെ ഈമാനിന് പവർ കൂട്ടുന്ന കാര്യമാണ്. ഞാൻ ഒരൊറ്റ സംഭവം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ ഒരു മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറഞ്ഞ സ്വഹാബിമാരാണ് അപ്പോൾ ഉള്ളത്. ഒന്ന് മുന്നിട്ട് കയറുന്നത്, ഇവിടെ ഉള്ളവർക്കൊന്നും ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങോട്ട്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ തഅലീമുകള് ഹബീബായ നബി തങ്ങള് മക്കയിലാണ്. കുറഞ്ഞ ആളുകളേ ഉള്ളൂ, വിരലിൽ ഉണ്ടാവുന്ന ആളുകളേ ഉള്ളൂ. ആ മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒരു സൂറത്തിറങ്ങുന്നു. ഖുർആനിലുള്ള പുതിയാപ്പള സൂറത്ത് എന്നാണ് ഇതിന് പറയാം. അറൂസുൽ ഖുർആൻ എന്നാണ് ആ സൂറത്തിൽ പറയാം. ഖുർആനിലുള്ള പുതിയാപ്പളാണ്. പുതിയാപ്പള തന്നെ എന്റെ അങ്ങോട്ടും പറയല് അല്ലേ? പുതിയാപ്പള. ഖുർആന്റെ 114 സൂറത്ത് പുതിയാപ്പള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ആ സൂറത്തുർ റഹ്മാൻ ഇറങ്ങി. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ നല്ല മട്ടമുള്ള സൂറത്താണിത്. അതിങ്ങനെ ഓതുകയും അതിന്റെ ആശയവും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ അവൻ ഒരിക്കലും സത്യത്തിനെതിരാവൂല. അവൻ എപ്പോഴും അതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൻ തന്നെ വലിയ മഹാന്.
അതങ്ങിറങ്ങിയപ്പോ അള്ളാന്റെ റസൂല് മുന്നിലിരിക്കുന്ന വിരലിലുണ്ടാവുന്ന സ്വഹാബിമാരോട് ചോദിച്ചു, മൻ യഖ്റഉ ഹാദിഹി സൂറ ഇൻദൽ കഅബ, കഅബാലയത്തിന്റെ പരിസരത്ത് പോയി സൂറത്ത് ഓതാൻ ആർക്കാണ് ധൈര്യമുള്ളത്? തുടക്കത്തിലാണ് 8-10 ആള് നബിന്റെ ഒപ്പം ഉള്ളൂ. കഅബന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഉറക്കനെ ഓതാൻ പറ്റൂല. കാരണം അവിടെ കാരണന്മാരുണ്ട്, അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഓല് സൊറ പറഞ്ഞ സ്ഥല. അവിടെങ്ങാനും ഖുർആൻ ഓതിയാൽ അടി കിട്ടും. ആ രംഗത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. ഈ സൂറത്തുർ റഹ്മാൻ ആരാണ് അവിടെ പോയി ഒന്ന് പാരായണം ചെയ്യുക? കാരണം അത് കേട്ടിട്ടെങ്കിലും, കാരണം സൂറത്തുർ റഹ്മാൻ കേട്ടിട്ട് നന്നാവണില്ലേ, എന്നാ പിന്നെ ദുന്യാവുന്ന ആരും നന്നാവില്ല. അതുകൊണ്ട് ഇതെങ്ങാനും അവര് കേട്ടാൽ അവരൊന്ന് നന്നായി കിട്ടുമല്ലോ. ഏത് ഉറച്ച കൽബിനെയും പരുവത്തിലാക്കി തീർക്കും. ഏത് കാസിയായ കരിങ്കല്ല് പോലെ ഉറച്ച കൽബാണെങ്കിലും സൂറത്തുർ റഹ്മാന്റെ ആശയം മനസ്സിലാക്കിയാൽ ആ കൽബിങ്ങനെ അതിങ്ങനെ ഒലിച്ചു വരും. അത്ര വലിയ ഗാംഭീര്യമുള്ള ആശയമുള്ള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഉമ്മമാരെ പുരയിൽ പതിവാക്കിക്കോ, സഹോദരന്മാരെ പതിവാക്കിക്കോ. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണോ? മാനേജർ നിങ്ങളോട് നല്ല കടുത്ത സ്വരത്തിൽ ഇങ്ങനെ പെരുമാറുന്നുണ്ടോ? മുതലാളിയുടെ സ്വഭാവം മോശാണോ? സൂറത്തുർ റഹ്മാൻ പതിവാക്കിക്കോ. എന്നാലോ എല്ലാവരും നല്ല സ്വഭാവത്തിലേക്ക് വരും. നമ്മുടെ സ്വഭാവം നന്നായി തീരും. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ, മക്കളെ സ്വഭാവം നന്നാക്കി തരട്ടെ. ഉമ്മമാരെ പതിവാക്കിക്കോ സൂറത്തുർ റഹ്മാൻ. ആ സൂറത്തുർ റഹ്മാൻ അവിടെ ആരോതും ഉടനെ തന്നെ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊക്കം കുറഞ്ഞ ആളാണ്, തടി കുറഞ്ഞ ആളാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമാണ്. സഈദ് ബിൻ മസ്ഊദ് ബിഖിദ്മത്തി നഅലിഹി വഅന സഈദ് ബിഖിദ്മത്തി ലിമിസാലിഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന് ഖിദ്മത്തെടുത്തിട്ട് സ്വർഗം നേടിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിച്ചവർക്ക് ഖിദ്മത്തെടുത്താൽ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടും, സ്വർഗം കിട്ടും. തങ്ങളുട്ടി എന്നാണ് പറയല്. ആർക്ക്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവര് തങ്ങളല്ല, അഹ്ലു ബൈത്തല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരേക്ക് കയറാനൊക്കെ ഉള്ള അധികാരം ഉള്ളത് അവർക്കാ. എവിടെയും കയറാം. ആ നിലക്ക് അവിടെ സേവനം ചെയ്ത മഹാനാണ്. ആളുകളൊക്കെ തങ്ങളുട്ടി എന്ന് വിളിക്കും. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു സാഹിബുൻ നഖലൈൻ, സാഹിബുൽ വിസാദ, സാഹിബുൽ അറാഖ്, ഇങ്ങനൊക്കെ പേരുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അള്ളാന്റെ റസൂലിന് പല്ല് തേക്കാനുള്ള അറാക്ക് കയ്യിൽ പിടിച്ചു നടക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ള ഒരു സ്ഥലത്തേക്ക് കയറുമ്പോ ചെരുപ്പഴിച്ച് വെക്കുമ്പോ അത് കയ്യിൽ പിടിക്കും, പൊടി തട്ടി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു പോയി പുരയിലേക്ക് വരുമ്പോ ആദ്യം റൂമിലേക്ക് കയറി അവിടെ തലയിണ റെഡിയാക്കി വെക്കും, പുതപ്പ് റെഡിയാക്കി വെക്കും. അങ്ങനെയാണ് സാഹിബുൽ വിസാദ, സാഹിബുൻ നഅലൈൻ, സാഹിബുൽ അറാഖ് റളിയല്ലാഹു അൻഹു. അവരെണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പോയോതാ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അത് കേൾക്കാത്ത രൂപത്തിൽ വീണ്ടും ചോദിച്ചു, മൻ യഖ്റഉ ഹാദിഹി സൂറ ഇൻദൽ കഅബ, സൂറത്തുർ റഹ്മാൻ ആരാണ് അവിടെ പോയി ഓതുക? അപ്പോഴും ചാടി എണീറ്റ്, ഞാൻ നബിയേ. മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഷാപ്പാവും, നമ്മളെ വേദമൊക്കെ ഷാപ്പായി മാറും. അങ്ങനെ എന്ത് ചെയ്തു? നബി മൂന്നാമതും ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് തങ്ങൾ ചാടിയിട്ട് റളിയല്ലാഹു അൻഹു 3 വട്ടം ചോദിച്ചിട്ട് പിന്നെ കേൾക്കാഞ്ഞാ പറ്റൂലല്ലോ. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പറഞ്ഞു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് അതിലില്ല. അതിന്റെ മുന്നുള്ള സംഭവമാണ് ഈ പറഞ്ഞത്. ആകെ 8-10 ആളേ ഉള്ളൂ. അപ്പൊ വേറെ ഏതെങ്കിലും ഒരാൾ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി അടി കിട്ടുകയാണെങ്കിൽ കൊള്ളാനുള്ള ശരീരം എന്തെങ്കിലും വേണ്ടേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പാണ്, വളരെ നീട്ടം കുറഞ്ഞ ആളുമാണ്. ഏതായാലും സമ്മതം കൊടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം കഅബയിലെത്തി. പറഞ്ഞതുപോലെ അബൂജഹൽ ഇരിക്കുന്നുണ്ട്, ഉത്ബത്ത് ഇരിക്കുന്നുണ്ട്, ശൈബത്ത് ഇരിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാനു അല്ലമൽ
ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. എത്തിയപ്പോത്തിന് കിട്ടിയടി ചെകിട്ട ടക്കം അബൂജഹൽ വന്നിട്ട് അരച്ചടിയ. ചെറിയ തലയാണ് അബൂജഹലിന്റെ കൈ ആജാനുഭാവമാണ്. അബൂജഹൽ പരന്ന ഈ ആനന്റെ ചെവി പോലുള്ള മുറം പോലുള്ള ഉള്ളം കൈയുള്ള ആളാണ്. ഒരടിയ ചെകിട് പൊട്ടി രക്തമൊലിച്ചു. മഹാനരായ ഇബ്നു മസ്ഊദ് തങ്ങൾ കുലുങ്ങിയില്ല, കരഞ്ഞില്ല. കൈ കൊണ്ട് ഒലിക്കുന്ന ഈ ചെകിടിൽ നിന്ന് രക്തമൊലിക്കുമ്പോ പൊത്തിപ്പിടിച്ച് വീണ്ടും ഓതാൻ ശ്രമിക്കുമ്പോ അബൂജഹൽ പറഞ്ഞു, നീയല്ല, നിന്റെ നേതാവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് എങ്ങാനും ഇവിടെ വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് ഖുർആൻ ഓതി സുജൂദ് ചെയ്താല് ലഅതഅന്ന അലാ റഖബതിഹി വലഅഗ്ഫിറന്ന വജ്ഹഹു ഫിത്തുറാബ്. നിന്റെ നേതാവ് മുഹമ്മദ് വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഖുർആൻ ഓതി സുജൂദ് ചെയ്താല് ഞാൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരടിക്ക് ചവിട്ടും. ആ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഞാൻ ഈ മണലിൽ വെച്ച് വരച്ചു കളയും. സുബ്ഹാനല്ലാഹ്. ആയിരക്കണക്കിന് ശത്രുക്കളുടെ മുമ്പിൽ വെച്ചാണ് തന്റെ നെഞ്ചകത്ത് ഉറപ്പിച്ചു വെച്ച് സ്നേഹത്തിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബാണല്ലോ. ആ നബി തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല, കരഞ്ഞുപോയി. അടി കിട്ടിയപ്പോ കരഞ്ഞില്ല, കരഞ്ഞിട്ട് ഇങ്ങനെ പിന്തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് നബി തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക്. എവിടെ ഇരിക്കുന്നത്? സഫാ മർവയുടെ അടുക്കലുള്ള ആ റൂമിലാണ്. അങ്ങോട്ടിങ്ങനെ വരുമ്പോ നബി തങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ ചെകിടത്ത് വെച്ച് രക്തമുറ്റിച്ചുകൊണ്ട് തന്റെ ശിഷ്യനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് നടന്നു വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടം കൊണ്ട് ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം അവിടുന്ന് കാരുണ്യത്തിന്റെ കേന്ദ്രമല്ലേ, അവിടുത്തെ കൽബെന്താണ്? ലോകത്തിന് കാരുണ്യമായി വന്ന നേതാവല്ലേ. ഉമ്മത്തുകൾ പ്രയാസപ്പെടുന്നത് അവിടുന്ന് സഹിക്കൂല. അവിടത്തേക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും വിഷമില്ല. ഉമ്മത്തിന് പ്രയാസപ്പെടുന്നത് പ്രയാസമുള്ള നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കരയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളതാ സദസ്സിലെത്തി. എന്ത് ചെയ്യണം? അപ്പോഴതാ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സപ്താകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ജിബ്രീൽ അതാ വഹിയുമായി വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാണ്. നബി തങ്ങളപ്പം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി അലൈക്കുമുസ്സലാം കണ്ണുയർത്തിക്കൊണ്ട് ജിബ്രീലിനെ നോക്കിക്കൊണ്ട്. ജിബ്രീൽ മനുഷ്യ രൂപത്തിലാണ് അപ്പം വന്നിരിക്കുന്നത്. ജിബ്രീലിന് ഇങ്ങനെ നോക്കി സലാം മടക്കി. അപ്പൊ ജിബ്രീൽ ചിരിക്കുകയാണ്. ജിബ്രീൽ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. നബി തങ്ങൾക്ക് സങ്കടമാണ്. ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞ ശിഷ്യൻ സങ്കടപ്പെട്ട് കരയുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതൽഹഖു യാ ജിബ്രീൽ വഇബ്നു മസ്ഊദിൻ യബ്കി. എന്റെ ശിഷ്യനായ ഇബ്നു മസ്ഊദ് കരയുമ്പോ നിങ്ങൾ ചിരിക്കുകയാണോ? ഒരൊറ്റ ചോദ്യമാണ്. നബി തങ്ങൾക്ക് അത് പിടിച്ചില്ല ചിരി. കാരണം ഇവിടെ ഉമ്മത്ത് കട്ടപ്പെടുകയാണ്, എന്റെ ശിഷ്യൻ കട്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ചിരി വന്നത്. ജിബ്രീൽ പറഞ്ഞു, നബിയെ ചിരിക്കാൻ അവസരമുണ്ട്, അതിനുള്ള വകുപ്പുണ്ട്, അതുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് നബിയെ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളോട് ജിബ്രീൽ പറയാണ്, ഞാൻ എന്തിനാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹു സ്നേഹിച്ചവരെയും അല്ല ബഹുമാനിച്ചവരെയും ആരെങ്കിലും അനാദരിച്ചാൽ അല്ല ഇടപെടും. ഉടനെ അള്ളാഹു ഇടപെടും. ആ ഇടപെടലിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ പറയാണ്, നബിയെ ഖും, എണീക്കണം, ഇദ്ഹബ്, പോകണം എന്നാ അല്ലാഹു പറഞ്ഞു. ഒടുക്കു വേണം?
ഇലൽ കഅബ, കഅബന്റെ അടുക്കൽ അങ്ങ് പോകണം. അങ്ങയെ അബൂജഹൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്, ജനങ്ങളുടെ ഇടയിൽ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങ് അവിടെ പോയി സുജൂദ് ചെയ്ത് ഖുർആൻ ഓതി സുജൂദ് ചെയ്താൽ അങ്ങയുടെ പിരടിക്ക് ചവിട്ടുമെന്നും അങ്ങയുടെ മുഖം അവിടെ വെച്ച് ഉരസിക്കളയുമെന്ന് അവനതാ ബീമ്പു പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അതിലിടപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് കഅബയുടെ പരിസരത്തേക്ക് പോവണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ എണീക്കുന്നു. സഹാബത്ത് ബേജാറായി. നബി തങ്ങൾ നടക്കുകയാണ്, മെല്ലെ മെല്ലെ നടന്നു. കഅബയുടെ പരിസരത്തെത്തിയപ്പോ നബി തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ഒരു സൂറത്ത് ഓതണം. ആ സൂറത്ത് ഞാൻ ഓതിത്തരാമെന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ സൂറത്ത് ഓതിക്കൊടുത്തു. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ. അങ്ങനെ തുടങ്ങിയിട്ട് കല്ലാല ഇല്ലം യന്തഹില നസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ സനദഉ ഫൽയദഉ നാദിയ സനദഉ സബാനിയ. ഇങ്ങനെ തുടങ്ങിയിട്ട് അവസാനം ഫസ്ജുദ് വഖ്തരിബ്. ഈ സൂറത്ത് ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങൾ പാരായണം ചെയ്യാൻ നിർത്തുകയാണ് ഇത് പറഞ്ഞിട്ട്. നിങ്ങൾ ഇത് പാരായണം ചെയ്യണം, മനസ്സിന്റെ ഉള്ളിൽ കുറിച്ചു വെക്കണം. ഞാൻ ഈ പറയുന്ന സംഭവം, ആ സംഭവം ഓർത്തുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ ഓതി നോക്കണം. ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കിട്ടും, ഈമാനിന് വലിയ പവർ കിട്ടും, ആഖിറത്തിൽ റബ്ബിന്റെ പൊരുത്തം കിട്ടും, സ്വർഗം കിട്ടാൻ ഇത് കാരണമാകും. ഹബീബിന്റെ ലിഖാ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടാനുള്ള വലിയ കാരണമാകും. അല്ലാഹു തആല അതൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. എന്താ അർത്ഥം? അവിടെ നിന്നങ്ങനെ ഓതാൻ തുടങ്ങി. അബൂജഹലുണ്ട്. വെല്ലുവിളി അറിഞ്ഞിട്ട് ആയിരക്കണക്കിന് ശത്രുക്കൾ വന്ന് നിൽക്കുന്നുണ്ട്. 10-ൽ കുറഞ്ഞ സ്വഹാബിമാർ ഇപ്പുറത്ത്. അവര് ശ്വാസമടക്കി പിടിച്ചു നിൽക്കുക. എന്താ സംഭവിക്കുക? അല്ലാഹുവിന്റെ റസൂലിനെ ചവിട്ടുമെന്നല്ലേ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പാരായണം ചെയ്തു. എന്താ? റഅയ്തല്ലദീ യൻഹാ. അർത്ഥം എന്താ? അറഅയ്ത, നബിയെ തങ്ങൾ കണ്ടില്ലേ? അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. കഅബയുടെ പരിസരത്ത് വന്ന് നിസ്കരിച്ചാൽ തടയുമെന്ന് വീമ്പിളക്കിയ മനുഷ്യനെ നബിയെ തങ്ങൾ കാണുന്നില്ലേ? അബൂജഹൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആളുകളും നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് തോന്നുന്നത് പച്ചയായ ഒരു മനുഷ്യനെ മുന്നിലിട്ടിട്ട് പൊരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. കഅബയുടെ പരിസരത്ത് വന്ന് നിസ്കരിച്ചാൽ ചവിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിസ്കാരം തടയുമെന്ന് പറഞ്ഞവനെ നിങ്ങൾ കാണുന്നില്ലേ? അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ. എന്തിനാ ചവിട്ടുമെന്ന് പറഞ്ഞത്? സനാതന മൂല്യങ്ങൾ, ധർമ്മം ഉപദേശിച്ചത് കൊണ്ടാണ്. തെറ്റ് ചെയ്തത് കൊണ്ടല്ല, കളവ് നടത്തിയത് കൊണ്ടല്ല, വഞ്ചന നടത്തിയത് കൊണ്ടല്ല. മറിച്ച് നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ ആക്രമിക്കരുത് എന്ന ധാർമ്മിക മൂല്യങ്ങൾ അത് പകർന്നു കൊടുത്തതിന്റെ പേരിൽ ഇവിടെ നിസ്കരിക്കാൻ പാടില്ല, തടയുമെന്ന് പറഞ്ഞവനെ കാണുന്നില്ലേ? എന്നാലോ അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ. തടയുമെന്ന് പറഞ്ഞവന്റെ ചെയ്തി എന്താണ്? അവൻ വലിയ കള്ളനാണ്, അവൻ വലിയ അക്രമിയാണ്. അത് കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നബിയെ തങ്ങൾ ഭയപ്പെടണ്ട. എടോ, നിനക്കിനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? ഞാൻ ദാ സുജൂദ് ചെയ്യാൻ പോകുന്നു. നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടോ? നിന്റെ ക്ലബ്ബുകാരെ, നിന്റെ സഹായികളെ. നിനക്ക് വേണ്ടവരെ മുഴുവനും നീ വിളിച്ചോ. ഞാൻ ഇപ്പൊ സുജൂദ് ചെയ്യും, എന്നെ ചവിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതൊന്ന് കാണണം. നിനക്ക് കഴിയുമെങ്കിൽ ആളെ കൂട്ടണമെങ്കിൽ കൂട്ടിക്കോ. ഇതാണ് അതിന്റെ അർത്ഥം.
ലാ തുതിഉ നബിയേ, അങ്ങൊരിക്കലും ഇത്തരം ആളുകൾക്ക് വഴിപ്പെടണ്ട. അങ്ങ് നിസ്കരിച്ചോളൂ, അങ്ങ് സുജൂദ് ചെയ്തോളൂ. വസ്ജുദ്, നബിയെ തങ്ങൾ സുജൂദ് ചെയ്തോളൂ. വഖ്തരിബ്, അബൂജഹലെ വരൂ ചവിട്ടു. വസ്ജുദ് വഖ്തരിബ്, വസ്ജുദ് വഖ്തരിബ്. ഒരു മുദ്രാവാക്യം പോലെയാണ് ആ സൂറത്ത്. ഒന്ന് ഓതി നോക്കി നിങ്ങൾ. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ അറഅയ്ത ഇൻ കാന ലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ എന്ന് പറഞ്ഞിട്ട് അവസാനം വസ്ജുദ് വഖ്തരിബ്, നബിയെ തങ്ങൾ സുജൂദ് ചെയ്തോളൂ. ചവിട്ടുമെന്ന് പറയുന്ന അബൂജഹലെ, വഖ്തരിബ് യാ അബാ ജഹൽ, വന്നു ചവിട്ടു അബൂജഹലെ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി വെല്ലുവിളിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളതാ സുജൂദിലേക്ക് പോകുന്നു. ഇടയ്ക്ക് ഞാൻ പറയാണ്, ഈ സൂറത്ത് നമ്മൾ ഓതുമ്പോ, നിസ്കാരത്തിലാണ് ഓതുന്നതെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യണം, റുക്കൂ ചെയ്യണതിന്റെ തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുണ്ട് ഈ സൂറത്ത് ഓതുമ്പോ. എന്തിന്? ഈ അള്ളാഹു കൊടുത്ത വലിയ ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ജുദ്, നബിയെ തങ്ങൾ സുജൂദ് ചെയ്തോളൂ. വഖ്തരിബ്, അബൂജഹലെ വരൂ ചവിട്ടു. സുജൂദിലായിട്ട് വീണു. സഹാബത്ത് ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. എന്താ സംഭവിക്കാൻ? അബൂജഹലിന് ചവിട്ടണമെന്നുണ്ട്, പക്ഷെ അനങ്ങുന്നില്ല, അനങ്ങാൻ കഴിയുന്നില്ല. ഇടിവറ്റേറ്റവനെ പോലെ ഇങ്ങനെ കുന്തം നാട്ടിയതുപോലെ നിൽക്കാൻ. അവന്റെ അനുയായികൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ചവിട്ടു എന്ന് ആർത്ത് അട്ടഹസിച്ച് വിളിച്ചു പറയുന്നുണ്ട്, പക്ഷേ അവന് അനങ്ങാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലങ്ങ് കിടന്നു. അഖറബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഉമ്മമാരെ, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ അല്ലാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം, അല്ലാഹുവിന് നമ്മുടെ ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കുള്ള ഖൈറായ സമയം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന സമയമാണ്. മറന്നു പോകണ്ട. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചോ, രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചോ, സുജൂദിലായി കിടന്നിട്ട് യജമാനനായ റബ്ബിനോട് നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞോ, നിന്റെ കൽബ് തുറന്നു വെച്ച് പറഞ്ഞോ. നിന്നെ റബ്ബ് സ്വീകരിക്കും. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും സുജൂദിലായി കിടന്ന് റബ്ബിനോട് ദുആ ചെയ്തോ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതൊന്നും നീട്ടിപ്പരത്തി പറയാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. സുജൂദ് നഷ്ടപ്പെടുത്തണ്ട. സുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോ, ശേഷം 4 റക്അത്ത് നിസ്കരിച്ചോ, ഇശാഇന്റെ ശേഷവും നിസ്കരിച്ചോ, മുമ്പ് നിസ്കരിച്ചോ, മഗ്രിബിന്റെ മുമ്പും ശേഷമൊക്കെ നീ സുന്നത്തുകൾ പതിവാക്കിക്കോ. രാത്രി എണീറ്റിട്ട് നിസ്കരിച്ചോ. സുന്നത്ത് 300 400 റക്അത്തൊക്കെ നിസ്കരിച്ചവരാണ് മഹാന്മാരായ ഔലിയാക്കള്. അവരുടെ സംഭവം ഒന്നും പറയാൻ സമയമില്ല. അത്ര വലിയ മഹാന്മാർ. അതുകൊണ്ട് തന്നെ മരണമാകും പകലിൽ ഒക്കെയും നൽ നോമ്പതും പീഡിത്ത് ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊളിതിടും സാദത്ത്. 77,000 പ്രാവശ്യം തന്റെ ഖബർ കുഴിച്ചു വെച്ചുകൊണ്ട് 7000 പ്രാവശ്യം ഖുർആൻ ഖബറിൽ വെച്ച് ഖത്തം ചെയ്ത മഹദിയുണ്ട്. ദിവസം രാത്രി 300 റക്അത്ത് നിസ്കരിക്കുന്ന മഹദിയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന മഹദിയാണ്. മരണമാകും എണ്ട് ഫിണ്ട് ഓതി അന്നെ മാനെ മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മരണം വന്നപ്പോഴും ഖുർആൻ ഓതി ഓതി അങ്ങ് മരിച്ചുപോയി. അപ്പോഴും സുന്നത്ത് നോമ്പ് നോറ്റവരാണ്. സുബ്ഹാനല്ലാഹ്. തരിത്തവരോടോതി ഞാൻ മുരിത്തിടാ സൗമാനെ തനിയവൻ നോമ്പോടു കൂടെ എന്നെ ഇപ്പെടുത്താനേ. നോമ്പ് സുന്നത്ത് നോമ്പ് പറ്റണ്. രോഗായി, ഡോക്ടർ പറഞ്ഞു മുറിക്കാന്. അപ്പോ ഭർത്താവ് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞതാണ്, ഞാൻ 40 കൊല്ലായിട്ട് നോമ്പുകാരിയായിട്ട് അള്ളാനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ചവളാണ്. അങ്ങനെ നോമ്പ് വെക്കാൻ തുടങ്ങിയതാണ്. ഞാനിപ്പോ പോകാനായിന്, അതുകൊണ്ട് ഇനി നോമ്പ് മുറിക്കില്ല. ആരാ? നമ്മുടെ തങ്ങൾപ്പാപ്പയുടെ ഒക്കെ വെല്ലുമ്മയായ സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അവർ മക്കയിൽ ജനിച്ച് മദീനയിൽ ജീവിച്ചവരാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം മിസ്രിൽ പോയിട്ട് താമസിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള മഹദിയാർ, മഹാന്മാർ അല്ലാഹുവിന്റെ ബർക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സുജൂദിൽ നിന്ന് എണീറ്റു. ഞാൻ പറഞ്ഞു അതാണ് അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സുജൂദിൽ നിന്ന് ഇവൻ ചവിട്ടിയില്ല, എണീറ്റു.
എണീറ്റപ്പോഴോ സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ അബൂജഹലിന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ സംസാരമാണ്. എന്താണത്? ആളുകൾ ചോദിച്ചു, അബൂജഹൽ എന്തേ നിങ്ങൾ ആളെ വഷളാക്കിയല്ലോ, ചവിട്ടും പറഞ്ഞിട്ട് എന്ത് ചവിട്ടാഞ്ഞി അനുയായികള്? അപ്പൊ അബൂജഹൽ പറയാൻ, ഇന്ന ബൈനീ വബൈനഹു ലഖന്ദഖം മിൻ നാർ വഅജ്നിഹതം വഹൗലാ. എനിക്ക് ചവിട്ടാൻ ആഗ്രഹം ചെയ്തിട്ടല്ല, മറിച്ച് എന്റെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെയും ഇടയിൽ വലിയൊരു അഗ്നികുണ്ഡം രൂപപ്പെട്ടു കഴിഞ്ഞു. എന്റെ കണ്ണിൽ ഞാൻ അത് കാണുകയാണ്. അബൂജഹൽ പറയാൻ, വലിയ അഗ്നികുണ്ടാരമാണ് കാണുന്നത്. അതിന്റെ അടുക്കൽ വാപ്പിളന്നിട്ട് സിംഹങ്ങളെ പോലെ വലിയ കാട്ടുമൃഗങ്ങള് അവര് വാപ്പിളച്ച് നിൽക്കുകയാണ്. ഞാനെങ്ങാൻ അങ്ങോട്ട് പോയാൽ ഓനെ മുടുങ്ങല്ലോ എന്ന് പേടിച്ചിട്ട് അനങ്ങാതെ നിന്നുപോയതാണ്. അപ്പോഴാ അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞിട്ട് പറഞ്ഞു, ലൗദനാ മിന്നീ ലഖ്തതഫതുൽ മലായികതു ഉലുവൻ ഉലുവാ. അബൂജഹലെ, നീ എങ്ങാനും എന്നെ ചവിട്ടാൻ അടുത്തിരുന്നെങ്കിൽ വാനലോകത്തുള്ള മലക്കുകൾ അവരിങ്ങനെ വട്ടം വെച്ച് നിൽക്കുകയായിരുന്നു. അവർ നിന്നെ പിടിച്ചിട്ട് കഷ്ണം കഷ്ണമായി നുറുക്കി മക്കയുടെ അന്തരീക്ഷത്തിൽ പറത്തിക്കളയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് അത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വീട്ടിലേക്ക് നടക്കുമ്പോ നേരത്തെ കരഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളുണ്ടല്ലോ, ചരിത്രത്തിൽ കാണാം, അബൂജഹലിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റോട്ട. ഇത് ചരിത്രത്തിൽ കാണാം. വല്ലാത്തൊരു അനുഭൂതി ആ ചരിത്രം വായിക്കുമ്പോ. ഇത് നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ, ഇത് ലൈവായി നടന്നതാണ്, മക്കയിൽ നടന്നതാണ്. അന്നും ഇന്നും എന്നും ഒരൊറ്റ ഖുറൈശികളും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. ആ സൂറത്ത് അന്നു മുതൽ മക്കയിൽ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. ഹിജ്റന്റെ മുമ്പാണിത്, ഹിജ്റന്റെ ശേഷവും മോദി. ഏതെങ്കിലും ഒരു ഖുറൈശി പറയണ്ട അങ്ങനെ മക്കത്തൊന്നും സംഭവിച്ചിട്ടില്ല. അതാ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ റസൂൽ, അത് അല്ലാഹുവിന്റെ റസൂലാണ്. പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഖുർആൻ, ആ ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. അവിടുത്തെ പരമ്പരയെ അല്ലാഹു നമുക്ക് നേതാക്കളാക്കി വെച്ച് തന്നിരിക്കുന്നു. മൻ സലക ഫീഹാ നജാ. അങ്ങനെ കാണാം. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് കസഫീനത്തി നൂഹ്, നൂഹ് നബിയുടെ കപ്പലാണ്. ആ കപ്പലിൽ ആര് പ്രവേശിച്ചാലും വലിയ രക്ഷപ്പെടും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നാം പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു തല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഇവിടെ ഓർക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്ഥാപനം ഞാൻ കേട്ടപ്പോൾ ഞാൻ ആദൂര് തങ്ങൾ എന്ന്, ഞാൻ ഇവിടെ സ്ഥാപനം ഉള്ളത് ഞാൻ അറിയില്ല. ആദൂര് കുറേ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ സൈദിയിൽ പഠിക്കുന്നെന്ന് അന്ന് ആദൂര് മാണിക്കോത്ത് ഉസ്താദായിരുന്നു. അന്ന് അവിടെ മുദരിസില്ല തങ്ങളെ മാണിക്കോത്ത് ഉസ്താദ് അങ്ങനെ ഒരു വേദന ഇവിടെ പോയിട്ടുണ്ട് ആദൂര് പറഞ്ഞ സ്ഥലത്തന്ന്. അപ്പോ ഇവിടെ സ്ഥാപനമുള്ളതിന്റെ ശ്രദ്ധയിൽ വല്ലാതെ പെട്ടിട്ടില്ല. ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് സുഫാ ദർസ്, അതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച കാര്യം. സുഫാ ദർസ് മദ്രസ നടക്കുന്നുണ്ട് ഇവിടെ, സുഫാ മദ്രസ. സുബ്ഹാനല്ലാഹ്, 70 60 വലിയ ആളുകൾക്ക് അത് എവിടെയും കാണാറില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ അള്ളാഹു ഓരോരുത്തരുടെ കൽബിൽ ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് ദീനിലേക്ക് അള്ളാഹുവിലേക്കും ആളുകൾ അടുപ്പിക്കുക. അതൊക്കെയാണ് സംസ്കാരങ്ങൾ, അതൊക്കെയാണ് തർബിയത്തുകൾ. അള്ളാഹുവിന്റെ ദീന് നമ്മൾ നല്ലോണം പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഇൽമു പഠിക്കണം, അറിവ് പഠിക്കണം. അങ്ങനെ എത്ര പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് സ്ഥാനം ഉണ്ടാവും. അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കണം. നമ്മുടെ ശാരീരികമായിട്ട് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ആ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം മുഴുവൻ ദഅവത്തായി മാറണം. ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ച ദീനിന്റെ പ്രചാരകരാണ്. അതിന് ആലിമല്ലാത്തവരെന്തായുണ്ട്? ആലിമീങ്ങളെ നടത്തുമ്പോൾ അതിനുള്ള സഹായം ചെയ്തു. എങ്ങനെ സഹായം? സാമ്പത്തികമായിട്ട് മാത്രമല്ല സഹായം എന്ന് പറഞ്ഞത്, നമ്മുടെ കഴിയുന്ന ജീവിതത്തിൽ ഒരു മണിക്കൂർ, നമുക്കൊരു ദിവസം 24 മണിക്കൂർ ഉണ്ടല്ലോ, 1 മണിക്കൂർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീനിന്റെ പ്രവർത്തനത്തിന് അതിനു വേണ്ടിയുള്ള നമ്മൾ എല്ലാവരും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിന് സെന്റർ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ പ്രദേശമൊട്ടാകെ ദീനിന്റെ ഒരു ചൈതന്യമായി, ഒരു ഹബ്ബായി, ഒരു കേന്ദ്രമായി, ഒരു മമ്പായിട്ട് ഈ സ്ഥാപനം അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ മക്കളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും പ്രത്യേകിച്ച് തങ്ങൾ പാപ്പയും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.